ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്നും നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ പോര്. സഭാ കവാടത്തിൽ നിന്ന് പ്രകടനമായെത്തിയ പ്രതിപക്ഷാംഗങ്ങൾ സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി മുദ്രാവാക്യമുയർത്തി. പ്രാഥമിക കുറ്റപത്രം പോലും സമർപ്പിക്കാൻ SITക്ക് സാധിച്ചില്ലെന്നും പ്രതികൾ പുറത്തു വരുമ്പോൾ തെളിവുകൾ പൂർണ്ണമായി നശിപ്പിക്കപ്പെടും എന്ന ആശങ്കയുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സമരം സഭയ്ക്ക് പുറത്തേക്ക് വ്യാപിപ്പിക്കും എന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നു. സാർ, ഞങ്ങൾ ഈ സമരം സഭയ്ക്കകത്ത് ഞങ്ങൾ ആരംഭിച്ച സമരം ഞങ്ങൾ സഭയ്ക്ക് പുറത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. സാർ, അതിശക്തമായി ഈ സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. സാർ, ഇവരെ ഈ അന്വേഷണം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്, ഈ അന്വേഷണം മുന്നോട്ട് പോയാൽ CPMന്റെ പ്രധാനപ്പെട്ട ആളുകൾ, നേതാക്കൾ ക്യൂവിലാണ്, അവർ ജയിലിൽ പോകും എന്നുള്ള ഭയം കൊണ്ടാണ് ഞങ്ങൾ ഈ സമരം തുടരുക തന്നെ ചെയ്യുക. ഇന്നലത്തെ ഹൈക്കോടതി ഉത്തരവ് പ്രതിപക്ഷത്തിനും BJPക്കും മുഖത്തേറ്റ അടിയെന്ന് മന്ത്രി MP രാജേഷിന്റെ മറുപടി. കോടതിക്ക് മുകളിലാണ് താനെന്നാണ് പ്രതിപക്ഷം വിചാരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവിന് ഭയവും ഉൾക്കിടലുമെന്നും മന്ത്രി പറഞ്ഞു. ധൃതി പിടിച്ച് കുറ്റപത്രം സമർപ്പിച്ചാൽ വിചാരണയിൽ തന്നെ പ്രതികൾ രക്ഷപ്പെട്ടു പോകും. വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്. ഇതൊരു കുത്തുകേസല്ല, ഇതൊരു സാധാരണ കേസല്ല. ധൃതി പിടിച്ച് അവധാനതയില്ലാതെ കുറ്റപത്രം സമർപ്പിച്ചാൽ പ്രതികൾ രക്ഷപ്പെട്ടു പോകും. അതാണ് സാർ പ്രതിപക്ഷ നേതാവിന്റെയും പ്രതിപക്ഷത്തിന്റെയും ആവശ്യം. യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെട്ടു പോകണമെന്നതാണ് അവരുടെ ആവശ്യം. അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം ഞങ്ങൾ തുടക്കം മുതൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. യഥാർത്ഥ പ്രതികളിലേക്ക് എത്തരുത് എന്നതാണ്. യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിയാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം നിൽക്കില്ല, പോറ്റി ചെന്നിടങ്ങളിലേക്കെല്ലാം അന്വേഷണം എത്തേണ്ടി വരും. പോറ്റി ആരെല്ലാം പോയി കണ്ടിട്ടുണ്ടോ അവിടേക്കെല്ലാം അന്വേഷണം എത്തേണ്ടി വരും. ഭയമാണ്, ഉൾക്കിടിലമാണ് പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് ഈ കോപ്രായം മുഴുവൻ ഇവിടെ കാണിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതാണ്. തനിക്കെതിരായ പ്രതിപക്ഷാംഗങ്ങളുടെ വിമർശനത്തിനുള്ള അതൃപ്തി സ്പീക്കറും സഭയിൽ മറച്ചുവെച്ചില്ല. തനിക്കും പ്രവൃത്തി പരിചയമുണ്ടെന്നും എയർ ഡ്രോപ്പ് ചെയ്യപ്പെട്ട് സഭയിലെത്തിയ ആളല്ല താനെന്നും സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. ചെയർ എയർ ഡ്രോപ്പ് ചെയ്യപ്പെട്ട് സഭയിൽ വന്ന ആളല്ല. വളരെ കൃത്യമായി ദീർഘകാലത്തെ അനുഭവം എനിക്കുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം പരസ്യമായി ചെയറിനെ തെരുവിലിട്ട് അലക്കുന്ന രീതി ജനാധിപത്യത്തിന്റെ ഭൂഷണമാണോ എന്ന് ഉത്തരവാദപ്പെട്ട നേതൃത്വമാണ് പരിശോധിക്കേണ്ടത്. ഇവിടെ വളരെ നിർഭാഗ്യകരമായ സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അത് ഉത്തരവാദപ്പെട്ട MLA മാർ ഒരു പോലീസിന്റെ ബാരിക്കേഡ് മറിച്ചു കയറുന്നത് പോലെയാണ് ഇവിടെ കയറിയിട്ടുള്ളത്. ഒരു തരത്തിലും പ്രകോപനം വാച്ചൻ വാർഡിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അതേസമയം വാച്ചൻ വാർഡിന് കൊടികെട്ടിയ ബാനർ കെട്ടിയ വടി കൊണ്ട് അടിക്കാൻ നിങ്ങളുടെ സാമാജികന്മാർ തയ്യാറായി. ഈ ഇലക്ഷന്റെ ഫോർ ഫ്രണ്ടിൽ എന്നെ കൊണ്ട് പറയിക്കേണ്ട പേര് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. ചില MLA മാർ തയ്യാറായി എന്നുള്ളത് ശരിയാണ്. അത്തരം രീതി ശരിയല്ല എന്ന് ഒരിക്കൽ കൂടി വളരെ പൊളൈറ്റായി പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്വർണ്ണക്കൊള്ളയിൽ ചർച്ചയ്ക്ക് തയ്യാറെന്ന് സർക്കാർ പറഞ്ഞിട്ടും പ്രതിപക്ഷം തയ്യാറാവാത്തത് ദൗർഭാഗ്യകരമെന്നും സ്പീക്കർ പറഞ്ഞു. 18 അടിയന്തര പ്രമേയങ്ങൾ ചർച്ചക്കെടുത്ത ഈ 15ാമത് കേരള നിയമസഭയ്ക്ക് ഈ ശബരിമലയിലെ വിഷയവും ചർച്ച ചെയ്യുന്നതിന് യാതൊരു മടിയുമില്ല. നിർഭാഗ്യവശാൽ അത്തരമൊരു ചർച്ചയ്ക്ക് പ്രതിപക്ഷം തയ്യാറാവുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ്. ജനാധിപത്യത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഭരണപക്ഷം ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നത്. സാധാരണ ചർച്ചക്കെടുക്കാതെ തള്ളുക ചെയ്യുക. പക്ഷേ വളരെ സത്യസന്ധമായി ഗവൺമെന്റ് അറിയിച്ചു ചെയറിന് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. സ്വർണ്ണക്കൊള്ളയാണ് വിഷയമെങ്കിൽ നിങ്ങൾ നോട്ടീസ് നൽകിയാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പല ഘട്ടത്തിലും സഭയെ അറിയിച്ചിട്ടും എന്തുകൊണ്ടാണ് ചർച്ചയ്ക്ക് തയ്യാറാവാത്തെന്ന കാര്യം വളരെ നിർഭാഗ്യകരമാണ്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ചോദ്യോത്തരവേള സ്പീക്കർ റദ്ദാക്കി. ധനവിനിയോഗ ബില്ല് ചർച്ച കൂടാതെ പാസാക്കി സഭ പിരിഞ്ഞു. പിന്നാലെ ഭരണപക്ഷ അംഗങ്ങൾ പ്രകടനവുമായി സഭയ്ക്ക് പുറത്തേക്ക് വരികയും ചെയ്തു. ശ്രീത് വിവരങ്ങൾ മറ്റുന്നു. ശ്രീത്ത്, ഈ സഭാ കാലയളവിൽ പ്രതിപക്ഷത്തിന് സമാനമായി ഭരണപക്ഷം പ്രകടനമായി സഭയ്ക്ക് പുറത്തേക്ക് വരുന്നതും പ്രതിപക്ഷാംഗങ്ങളെ പോലെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നത് രണ്ടാം തവണയാണ്. എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേവലം ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ശബരിമല ക്ഷേത്രക്കൊള്ള ചർച്ചയാക്കി നിർത്തുക എന്ന പ്രതിപക്ഷത്തിന്റെ അജണ്ട തന്നെ ഇന്നും സഭയിൽ കണ്ടു. ശ്രീജിത്ത്, കാശ്മീർ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം കാര്യക്ഷമമല്ല എന്ന് ചൂണ്ടിക്കാണിച്ച് പ്രതിപക്ഷം ഈ സഭാ സമ്മേളന കാലയളവിൻ്റെ തുടക്കം മുതൽ തന്നെ സമരത്തിലായിരുന്നു. ആ സമരത്തിൻ്റെ വിവിധ ഭാവങ്ങളാണ് സഭയ്ക്കകത്ത് ഉടനീളം നമ്മൾ കണ്ടത്. ഇന്നും അത് ആവർത്തിച്ചു. ചോദ്യോത്തരവേള തുടങ്ങുമ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ആശങ്ക പ്രകടിപ്പിച്ചു. സ്വാഭാവിക ജാമ്യം പ്രതികൾക്ക് ലഭിക്കുന്നത് മൂലം തെളിവുകൾ നശിപ്പിക്കാൻ ഇടയുണ്ട്. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാക്കി വെച്ചത് സർക്കാർ
സർക്കാരിൻ്റെയും അന്വേഷണ സംഘത്തിൻ്റെയും വീഴ്ചയാണ് എന്ന് സമർത്ഥിക്കാനാണ് പ്രതിപക്ഷം പൊതുവിൽ ശ്രമിച്ചത്. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഒരിക്കൽ തിരിച്ചടിയേറ്റ വിഷയമാണ്. അത് വീണ്ടും തിരിച്ചടി അതിൽ നിന്നുണ്ടാകുന്നത് തടയുന്നതിനായി ശക്തമായ പ്രതിരോധമാണ് ഭരണപക്ഷവും തീർത്തത്. പാർലമെന്ററി കാര്യമന്ത്രി എം.ബി. രാജേഷും ധനമന്ത്രി കെ.എൻ. ബാലഗോപാലും അതിശക്തമായ വിമർശനമാണ് പ്രതിപക്ഷത്തിനെതിരെ ഇന്ന് ഉന്നയിച്ചത്. കഴിഞ്ഞ ദിവസം 5 മന്ത്രിമാർ അണിനിരന്നെങ്കിൽ ഇന്ന് 2 മന്ത്രിമാർ അണിനിരന്നാണ് പ്രതിപക്ഷത്തെ പ്രതിരോധിച്ചത്. അതുകൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഒളിക്കാനുള്ളത് കോൺഗ്രസിനാണ്. പോറ്റിയെ കയറ്റിയെ എന്ന പാട്ട് പാടാൻ ഇനിയും ധൈര്യമുണ്ടോ? കാരണം പ്രയാർ ഗോപാലകൃഷ്ണൻ കോൺഗ്രസ് നേതാവായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായിരുന്ന കാലത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ വന്നത്. അപ്പോൾ പരലോകത്തും ഇഹലോകത്തുമുള്ള ആളുകൾക്ക് ഈ പോറ്റിയെ കയറ്റിയ സംഭവവുമായി ബന്ധമുള്ള സാഹചര്യത്തിൽ ഇനിയും പോറ്റിയെ കയറ്റി എന്ന് പാടാൻ ധൈര്യമുണ്ടോ എന്നാണ് എം.പി. രാജേഷ് നിയമസഭയിൽ ചോദിച്ചത്. അത്തരത്തിൽ ശക്തമായ വാക്പോരാണ് സഭാതലത്തിൽ ഉണ്ടായത്. എന്തായാലും പ്രതിപക്ഷം ഈ ശബരിമല വിഷയം സജീവമാക്കി നിർത്താനും ഇനി അത് പുറത്തേക്ക് കൊണ്ടുവരാനും നാളെ മുതൽ UDF-ന്റെ രാഷ്ട്രീയ പ്രചരണ യാത ആരംഭിക്കുകയാണ്. അപ്പോൾ അതിലെയും പ്രധാനപ്പെട്ട വിഷയം ഈ ശബരിമല ആയിരിക്കും എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷം സഭയിൽ തങ്ങളുടെ നിലപാട് അറിയിച്ചത്. എന്നാൽ ഭരണപക്ഷമാകട്ടെ ശക്തമായ ചെറുത്തുനിൽപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷത്തെ പോലെ സഭ കവാടത്തിലേക്ക് പ്രകടനമായി വരികയും പ്രതിപക്ഷത്തെ രൂക്ഷമായി ആക്രമിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഭരണപക്ഷ എംഎൽഎമാർ, അത് മുൻനിര എംഎൽഎമാർ തന്നെ അത്തരം നടപടികൾക്ക് നേതൃത്വം നൽകി. അപ്പോൾ ഇലക്ഷൻ പടിവാതിക്കത്തിൽ നിൽക്കുമ്പോൾ ഒട്ടും ഇക്കാര്യത്തിൽ തങ്ങൾ പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഭരണപക്ഷവും ചെയ്യുന്നത്. SIT കുറ്റപ്പെടുത്തുകയാണ് പ്രതിപക്ഷം. പക്ഷേ ഇന്നലെ ഹൈക്കോടതി വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, SIT നേരായ വഴിയിലാണ്. ഈ സ്വാഭാവിക ജാമ്യം കിട്ടി പ്രതികൾ പുറത്തേക്ക് പോകുന്ന ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തെ ബാധിക്കില്ല എന്നത് വളരെ വ്യക്തമായി ദേവസ്വം ബെഞ്ച് പറയുമ്പോഴും SITക്ക് മേൽ സർക്കാർ സമ്മർദ്ദം എന്ന് പ്രതിപക്ഷം ഇന്നും ആരോപണം ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ് സുജിത്ത്? ഹാഷ്മി, ഇന്നലെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പരിഗണിക്കുന്ന ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഈ അന്വേഷണം കുറ്റമറ്റതാണെന്നും പ്രതികൾക്ക് ജാമ്യം നേടുന്നത്, സ്വാഭാവിക ജാമ്യം നേടുന്നത് ഒരു തരത്തിലും കേസന്വേഷണത്തെ ബാധിക്കില്ല എന്നും പ്രതികളാരും രക്ഷപ്പെടാൻ സൗകര്യമൊരുക്കില്ല എന്നും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അത്തരമൊരു കാര്യം പ്രതിപക്ഷം ഇപ്പോൾ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണ്. എന്നാൽ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു വിഷയമാണ് CPM നേതാക്കൾ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യപ്പെടാനും അറസ്റ്റ് ചെയ്യപ്പെടാനും ഒക്കെ ഉണ്ട്. അതിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുണ്ട്, മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തുണ്ട്, മറ്റ് ദേവസ്വം ഭാരവാഹികളടക്കമുള്ള ആളുകളുണ്ട്. അപ്പോൾ CPM നേതാക്കൾ വരിവരിയായി ഈ കേസിൽ പ്രതിയാകാൻ ക്യൂ നിൽക്കുമ്പോൾ അവരെ രക്ഷപ്പെടുന്ന ഒരു സമീപനമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം സ്വീകരിക്കുന്നത്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദപ്രകാരമാണെന്ന ആക്ഷേപമാണ് പ്രതിപക്ഷം പൊതുവെ ഉയർത്തുന്നത്. അതുകൊണ്ടാണ് വീണ്ടും ഹൈക്കോടതിയുടെ ഈ ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണവും ഉത്തരവും വന്നിട്ടും ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ രൂക്ഷമായ ഒരു നിലപാടെടുക്കാൻ പ്രതിപക്ഷത്തെ പ്രേരിപ്പിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.